അപ്പോൾ അതാ നമ്മുടെ ചായ ഭാരതിക്ക് ശേഷം ഹരിയൻ അതാ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ടോ ആ കോക്രി കാണിച്ചത് പൊന്നൂസൂട്ടിയോടാണ്. മോൾ അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെയും മോളുടെയും കോക്രി ആണെങ്കിൽ ഇപ്പോഴും നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഹരിയേട്ടൻ എന്താ പറയുക അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ആൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയമ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. അങ്ങനെ ഹരിയേട്ടൻ ദാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. ദാ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ മണിക്കുട്ടിയും മോങ്കുട്ടനും ദാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവരിതാ വിളക്കൊക്കെ വെക്കുകയാണ്. വിളക്ക് വെച്ച് തൊഴുകയാണ് കേട്ടോ. ഈ സമയത്ത് പൊന്നൂസൂട്ടി അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് ആളും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ലഞ്ചും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദാ പൊന്നൂസൂട്ടിയും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവളും അതാ വിളക്കൊക്കെ തൊഴുതു. അപ്പോൾ അതാ ചേച്ചി അനിയന്മാരും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഈ സമയമായിട്ടും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുമില്ല. പിന്നെ അതുമല്ല ഇപ്പോൾ കുട്ടികളുടെ കൂടെ കഴിക്കാനിരിക്കുന്നുമില്ല കേട്ടോ. ഈ സമയത്തൊന്നും നിങ്ങളെന്നെ കാണുന്നില്ല. കാരണം വേറൊന്നുമില്ല, എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഞാൻ വരാത്തത്. അപ്പോൾ ദാ ഇനിയിപ്പോൾ വേഗം പോയിട്ട് കിച്ചണിൽ കയറി ലഞ്ചും കൂടി അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട്. അങ്ങനെ ദാ പൊന്നൂസൂട്ടി പച്ചക്കറിയൊക്കെ അരിയാൻ കൂടിയിട്ടുണ്ട്. ഇതാ വെള്ളം റെഡിയായി, അതുപോലെ തന്നെ ചോറ് റെഡിയായി കൊണ്ടിരിക്കുന്നു. പിന്നെ അതാ കറിയും സിമ്പിളായിട്ടുള്ളൊരു കറിയും ഉപ്പേരിയാണെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതാ ജഗ് എന്താ കാണിച്ചതെന്നറിയോ, ജഗിൽ ഞാൻ വെള്ളമാക്കി വെക്കാറില്ല. അപ്പോൾ ബോട്ടിലുകളിലാണ് വെള്ളമാക്കി വെക്കാറ് കേട്ടോ. കാരണം ജഗിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കുടിക്കില്ല. അത് പിറ്റേ ദിവസം രാവിലെ അതേപോലെ അതിലിരിക്കുന്നുണ്ടാവും. അങ്ങനെ 10-10 ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കിച്ചണിലെ വർക്കും മൊത്തം എല്ലാ വർക്കും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആയി. അമ്മയും മക്കളും പിന്നെ കുറേ നേരം വെറുതെ ഇരുന്ന് നുണ പറയലും കാര്യങ്ങളും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഒരു മണിയായപ്പോൾ ഞങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സിമ്പിൾ ലഞ്ച് എടുത്തുകൊണ്ടെന്ന് ഞാനും മക്കളും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചായ ഭാരതിക്ക് ശേഷം ഉച്ചവരെയുള്ള ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വിശേഷമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ.